അപ്പോൾ മക്കളെ നാളത്തെ പരീക്ഷയിൽ 5 മാർക്കിനാണ് ഗ്രാമറിൽ നിന്ന് ചോദ്യം വരിക. ഈ ഗ്രാമറിൽ നിന്ന് വരുന്ന ചോദ്യത്തിന് ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. സോ അത് പഠിച്ചാൽ മാത്രമേ, നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതിന് ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഏതൊക്കെയാണ് സാർ ഗ്രാമറിൽ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്സ്? ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ശരിക്കും പഠിക്കാനുള്ളത്. പക്ഷേ ഈ ടോപ്പിക്സിലെല്ലാം ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്സ് അല്ല. കാരണം നമ്മൾ കഴിഞ്ഞ 5 വർഷത്തെ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്കൊരു പാറ്റേൺ കാണാൻ പറ്റും. എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്, അതായത് എറേഴ്സ് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ടോപ്പിക്, അണ്ടർലൈനൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആക്കണം. ആ ടോപ്പിക്ക് കഴിഞ്ഞ 4 വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നാളത്തെ പരീക്ഷയിൽ എന്തായാലും എഡിറ്റിംഗ് ഒരു ചോദ്യം ഉണ്ടായിരിക്കും. അതില്ലാത്ത പേപ്പർ ഇല്ല. ഓക്കെ, നൗൺ ഫ്രേസ് വെർബ് ഫ്രേസ് കഴിഞ്ഞ 3 വർഷങ്ങളിൽ, അതായത് 5 വർഷങ്ങൾ എടുക്കാൻ 3 വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഈസി ആയിട്ട് പഠിക്കാം. ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് നൗൺ ഫ്രേസ് വെർബ് ഫ്രേസ്. അതും നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഫ്രേസൽ വെർബ്സ് 1 വർഷം മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഇല്ല, പക്ഷെ നമ്മൾ കുറച്ച് പഠിക്കണം. ജസ്റ്റ് ഒന്ന് പഠിച്ച് പോകണം. കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫ്രേസൽ വെർബ്സ് ഉണ്ട്, അത് മാത്രം പഠിക്കണം. അഡ്ജക്റ്റീവും 1 വർഷം ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈസിയാണ്, പെട്ടെന്ന് പഠിക്കാവുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മൾ പഠിച്ചു പോയാൽ മതി. വേർഡ് പിരമിഡ് 2 വർഷം ചോദിച്ചിട്ടുണ്ട്. അത് എല്ലാത്തിനേക്കാളും ഈസി വേർഡ് പിരമിഡാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ് ഏതാണ്? എന്തായാലും നിങ്ങൾ പഠിക്കേണ്ടത് എഡിറ്റിങ്ങും അതുപോലെ നൗൺ ഫ്രേസും വെർബ് ഫ്രേസുമാണ്. ബാക്കിയുള്ളത് നമ്മൾ കുറച്ച് മാത്രം പഠിച്ചാൽ മതി. ഓവർ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ എപ്പോഴാണ് പഠിക്കാൻ പോകുന്നത്? നാളെ രാവിലത്തെ മോർണിംഗ് ബൂസ്റ്ററിലായിരിക്കും നമ്മൾ ഗ്രാമർ പഠിക്കാൻ പോകുന്നത്. കാരണം 5 മാർക്കേ ഉള്ളൂ. ബാക്കി വരാൻ പോകുന്ന 40 മാർക്കിലെ 35 മാർക്ക് എവിടുന്നാണ് മക്കളെ? നമ്മുടെ ചാപ്റ്ററിനും പോയത്തുനിന്നും ബാക്കിയുള്ള റൈറ്റിംഗ് സെക്ഷനാണ്. അപ്പോൾ ആ 35 മാർക്കിനായിരിക്കും നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള ഗ്രാമറിന് 5 മാർക്കും പിന്നെ ഈ പഠിച്ച 35 മാർക്കിനെ ഇന്ന് പഠിച്ച കാര്യങ്ങൾ മൊത്തം നമ്മൾ രാവിലെ ഒന്നുകൂടി റിവൈസ് ചെയ്യും. അപ്പോൾ ആ 5 മാർക്കിൻ്റെ സംഭവം നമ്മൾ നാളെ രാവിലെ സെറ്റ് ആക്കിയിരിക്കും. എഡിറ്റിംഗ് നമ്മൾ പഠിക്കും, നോൺ ഫ്രേസും വേർബ് ഫ്രേസും പഠിക്കും, ഫ്രേസൽ വേർബ്സും പഠിക്കും, അഡ്ജക്റ്റീവ് പഠിക്കും, വേർഡ് പിരമിഡ് പഠിക്കും. എല്ലാതും നമ്മൾ പഠിക്കും. പക്ഷേ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ എന്തിനു കൊടുക്കും? ഇത് രണ്ടിനും നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ പഠിക്കേണ്ടത് എവിടെ നിന്നാണോ എങ്ങനെയാണെന്നുള്ള ആരും നിങ്ങൾ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് വൈകുന്നേരത്തെ ലൈവിലും നാളെ രാവിലത്തെ മോർണിംഗ് ബൂസ്റ്റർ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഈ 5 മാർക്ക് മാത്രമല്ല 40 മാർക്ക് നമ്മൾ നേടിയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടിയെങ്കിൽ തീർച്ചയായും സാർ കോൺഫിഡൻസ് കിട്ടി എന്ന് പറഞ്ഞൊരു ഹാർട്ടിംഗ് മോജിയും കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വൈകുന്നേരത്തെ ലൈവിലും നാളത്തെ രാവിലത്തെ ലൈവിലും നമുക്ക് കാണാം. അടിപൊളിയായിട്ട് പഠിക്കാം. 40 ഔട്ട് ഓഫ് 40 വാങ്ങിച്ചെടുക്കാം. ഓക്കെ.